ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ താണു പോയിട്ടില്ല, ദൈവം ഉയർത്തി തന്നിട്ടേ ഉള്ളൂ. ശ്രീരാമനായാലും ഹനുമാൻസ്വാമിയായാലും നമ്മൾ മനസ്സൂരി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് സാധനം നടക്കാതിരിക്കില്ല, അതുള്ള കാര്യം ഉറപ്പാണ്. പല അനുഭവങ്ങളും ഉണ്ട്. ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരാറുണ്ട്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് സമീപം നാട്ടിൻപുറം എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രം പുരാതന കാലത്ത് നാശോന്മുഖമായ ഈ ക്ഷേത്രം ഈ നാട്ടിലെ ജനങ്ങളുടെ അശ്രാന്ത പരിശ്രമം മൂലം 27 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പുനർനിർമ്മിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരു ജനകീയ ആരാധനാലയമാണ്. ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരെല്ലാവരും ശമ്പളമില്ലാതെയാണ് ഈ ക്ഷേത്രത്തെയും ഈ ക്ഷേത്രത്തിൽ വാഴുന്ന ഭഗവാന്മാരെയും സേവിക്കുന്നത് എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിവിസ്തൃതിയേറിയ പാടശേഖരങ്ങളുടെ മധ്യത്തിലായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. അതിമനോഹരമായ ഈ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്ത് പട്ട ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദർശനമായി ചതുർബാഹു രൂപത്തിൽ വാണരുളുന്ന ശ്രീരാമനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീ ഹനുമാൻ സ്വാമിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ മഹാഗണപതിക്കും ശ്രീ ഹനുമാൻ സ്വാമിക്കും ശ്രീകോവിലില്ലാതെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും നമുക്കിവിടെ കാണാവുന്നതാണ്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു മതിൽക്കെട്ടിനകത്ത് ദമ്പതി രക്ഷസിനെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പാൽപ്പായസം. കൂടാതെ അട, താമരമാല, അവൽ നിവേദ്യം എന്നിവയെല്ലാം ഭക്തജനങ്ങൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ശ്രീരാമചന്ദ്രന് വഴിപാടായി സമർപ്പിക്കുന്നു. ഉപപ്രതിഷ്ഠകളായ ഗണപതിക്ക് കറുകമാലയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിലെ ഗണപതിക്കും ഹനുമാൻ സ്വാമിക്കും ഭക്തജനങ്ങൾക്ക് നേരിട്ട് വഴിപാടുകൾ സമർപ്പിക്കാം എന്നുള്ള വലിയൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. ഇങ്ങനെ ഈ ഗണപതി ഭഗവാനും ശ്രീ ഹനുമാൻ സ്വാമിക്കും നേരിട്ട് മാല ചാർത്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധി സാധ്യമാകും എന്നുള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് നമ്മൾ പ്രത്യേകിച്ച് വഴിപാടായിട്ട് ചെയ്യുന്നത് താമരമാല കഴിക്കും. വിവാഹം നടക്കാത്തൊരു വിവാഹത്തിനെ പോലെ സ്വയംവര പുഷ്പാഞ്ജലി, ധാരാളം പേരുടെ അതൊക്കെ കഴിച്ച് ധാരാളം പേർക്ക് അതൊക്കെ അവരുടെ കാര്യസാധ്യം നടക്കാറുണ്ട്. പിന്നീട് നമ്മൾ ഹനുമാൻ സ്വാമിക്കാണ് പ്രത്യേകിച്ച് വഴിപാടായിട്ട് ചെയ്യുന്ന നിത്യ നെയ്വിളക്ക്. നിത്യ നെയ്വിളക്ക് എന്ന് വെച്ചാൽ അവരുടെ പേരിൽ പേരുന്നാൾ എഴുതി ഒരു നെയ്യുടെ കുപ്പി നമുക്ക് അവിടെ വെക്കും. അത് അവർ വന്നാൽ അവർക്ക് കത്തിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പൂജയ്ക്കുമ്പോൾ ആ നെയ്വിളക്ക് കത്തിക്കും. ധാരാളം കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ നെയ്വിളക്ക് മുടങ്ങാണ്ട് വർഷങ്ങളായിട്ട് കഴിക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ ആവശ്യം ഒരു കുപ്പി കഴിഞ്ഞാൽ അടുത്ത കുപ്പി അവർ വെക്കും. അവരവരുടെയൊക്കെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുട്ടികൾ പരീക്ഷ സമയമൊക്കെ ആകുമ്പോൾ ധാരാളം പേര് കുട്ടികളുടെ പേരിൽ നിത്യ നെയ്വിളക്ക് കഴിക്കാൻ ഏൽപ്പിക്കും. പിന്നെ ഹനുമാൻ സ്വാമിക്ക് നമുക്ക് വെറ്റിലമാലയോ വടമാലയോ നാരങ്ങാമാലയോ ഇതൊക്കെ ഭക്തന്മാർക്ക് നേരിട്ട് ചാർത്തി അവർക്ക് തൊഴുതാം. പിന്നെ ഏറ്റവും വിശേഷമായിട്ട് നമ്മളുടെ കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ശ്രീരാമനാമ ജയം എഴുതിയ
കടലാസ് മാല സമർപ്പണമാണ്. ഈ ശ്രീരാമജയം എഴുതി ചെറിയ പേപ്പർ തുണ്ടുകളാക്കി മാലയായിട്ട് സമർപ്പിക്കാൻ നമ്മൾ അവരോട് പറയും. അത് അവർ തന്നെ മാലയായിട്ട് കൊണ്ടുവന്ന് 1008 108 പിന്നെ പേപ്പർ തുണ്ടിൽ എഴുതി അതിൻ്റെ മാലയുടെ രണ്ടറ്റത്തും നമുക്ക് എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതുകൂടെ എഴുതിയിട്ട് മാലയാക്കി കൊണ്ടുവിടാൻ സാധിക്കും. എന്നിട്ട് അവർ ഭഗവാന് ചാർത്തി നമസ്കരിച്ച് എന്തെങ്കിലും ഒരു ദക്ഷിണ ഭണ്ഡാരത്തിലുള്ള അവർക്കൊരു പ്രത്യേകിച്ചൊരു ചിലവില്ല. അതുകൊണ്ട് ധാരാളം പേരുടെ ആവശ്യങ്ങൾ അവരുദ്ദേശിക്കും. ഈ വിദേശത്ത് പോകാനൊക്കെ ഉള്ള ആവശ്യങ്ങളൊക്കെ വന്ന് നമ്മൾ ആദ്യം പറയാം, നിങ്ങളൊരു ശ്രീരാമജയം മാല എഴുതി സമർപ്പിക്കുക, അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ് പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയി ജപിക്കുക. ധാരാളം പേരുടെ അവർക്ക് പുറത്ത് പോകാൻ അവരുടെ മക്കൾക്കൊക്കെ ഇപ്പോഴും അവർ വന്നിട്ട് പറയും ഞങ്ങളുടെ ജോലി ശരിയായി, മോന് പോകാൻ സാധിച്ചു. അതിൽ വിവാഹം നടക്കാൻ ഇരിക്കാതെ ഉള്ളവർക്ക് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ ചാർത്താൻ പറയും. നമ്മൾ വന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതയൊന്നും വരുത്താതെ ഒരു 5 മാസം അല്ലെങ്കിൽ 7 മാസം ഹനുമാൻ സ്വാമിക്ക് വെണ്ണ ചാർത്താൻ പറയും. ഒത്തിരി പേരുടെ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ ചാർത്തി. പിന്നെ അതാണ് ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത വഴിവ്. എന്ത് കാര്യസാധ്യത്തിനാണ് ബുധനാഴ്ച ശനിയാഴ്ച വന്നിട്ട് വെറ്റിലമാല ഇതൊക്കെ അവർക്ക് തന്നെ ചെയ്യാം. ഒരു 50 രൂപയുടെ ചിലവേ ഉള്ളൂ. നമ്മൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പറയത്തില്ല. നിങ്ങൾക്ക് അല്ലെ 100 ദിവസം ഗത എടുത്ത് വെക്കാൻ പറയും. ഗത സമർപ്പണം അവർക്ക് തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ ആകെ 20 രൂപയാണ് ഒരു വഴിപാടായിട്ട് വാങ്ങിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഒത്തിരിയും പ്രയോജനങ്ങൾ ആളുകൾക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്യും. പിന്നെ ഗണപതിക്കായാലും നമ്മൾ കറുകമാല, അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗപീഠയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കറുകമാല 30 രൂപ കൊടുത്താൽ വാങ്ങി ഭഗവാന് തന്നെ അവർക്ക് കൊണ്ട് ചാർത്താം. പിന്നെ നാളികേരം ഉടയ്ക്കും. അതുപോലെ നാരങ്ങാമാല തടസ്സങ്ങളൊക്കെ ഉണ്ട്, അത് മാറാൻ വേണ്ടി ഗണപതിക്ക് നാരങ്ങാമാല സമർപ്പിക്കും. പിന്നെ നാഗങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ എല്ലാ മാസവും ആയില്യത്തിന് പൂജ ചെയ്യും. അതൊക്കെ സ്ഥിരമായിട്ട് 100-ലധികം പേരുടെ പൂജ എല്ലാ മാസവും ആയില്യത്തിന് നമ്മളിവിടെ ചെയ്യും. അതുപോലെ രക്ഷസിന് പൂജ എല്ലാ ദിവസവും മുടങ്ങും. ഒരു ദിവസം പോലും ഗണപതി ഹോമം മുടക്കാതെ നടത്തുന്നൊരു ക്ഷേത്രമാണ് ഇവിടെ. എല്ലാ ദിവസവും നമ്മൾ ഗണപതി ഹോമം കഴിക്കും രാവിലെ. നമ്മൾ പാൽപ്പായസം എന്നും ഭഗവാനെ നേദിക്കും. അത് നമ്മൾ എടുത്ത് വെച്ചുകൊണ്ട് പോവില്ല. എല്ലാവർക്കും പൂജ കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗ്ലാസ് പായസവും വടമാലയുണ്ട് വടയോ അവിൽ നിവേദ്യമോ കൊടുത്തിട്ട് നമ്മൾ വിടുകയുള്ളൂ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൂജയ്ക്ക് സമയത്ത് എല്ലാവരും ഒരുമിച്ച് നാമം ചൊല്ലി നിൽക്കും. അപ്പം ഞാനായാലും എൻ്റെ കൂടെ അവരെല്ലാവരുടെ നാമം ചൊല്ലും. നമ്മളെല്ലാവരോടും ചേർന്നിട്ടാണ് ആ പൂജ സമർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളി അതിന് ശേഷം അവർ പോകുമ്പോൾ പ്രസാദം കൊടുത്തിട്ടേ പോവുള്ളൂ. എല്ലാ ദിവസവും പ്രസാദം പിന്നെ പാൽപ്പായസം കൊടുക്കാതെ ഒരൊറ്റ ദിവസമില്ല. വരുന്നവർക്ക് എന്ത് പായസം ഉണ്ടെങ്കിലും അത് മുഴുവൻ നമ്മളിവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നതാണ്, അത് മുടക്കാറില്ല. ഈ 27 വർഷം കൊണ്ട് നമ്മൾ ഈ ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ ഒന്ന് മഹാക്ഷേത്രത്തിലുണ്ട് എല്ലാ അംഗങ്ങളുമായി ക്ഷേത്രത്തിന് ഈ ചെറിയ സമയം കൊണ്ട്. അത് ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരാറുണ്ട്. ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഹനുമാൻ പ്രതിഷ്ഠ കമ്മിറ്റിക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അഷ്ടമംഗലി പ്രശ്നം നടത്തുമ്പം അവർ പ്രത്യേകിച്ച് പറഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ മണ്ണാണ്, ഹനുമാൻ്റെ പ്രതിഷ്ഠയില്ലാതെ ക്ഷേത്രം ഒരിക്കലും നിലനിൽക്കില്ലെന്ന് കണ്ട് തന്ത്രി വെറും ഒരു കരിങ്കല്ലെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പൂജ ചെയ്തിരുന്നത് കുറേ വർഷങ്ങളായിട്ട്. അതിനുശേഷം പടിപടിയായിട്ട് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ചുറ്റമ്പലം ഉണ്ടാക്കി. ബാക്കിയെല്ലാം ഈ ചെറിയ 27 വർഷം കൊണ്ട് കൊടിമരം വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് ശരിക്കും ഭഗവാന്റെ ചൈതന്യം നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. ശ്രീരാമസ്വാമി ശരിക്കും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് നമ്മുടെ കൂടെയുണ്ട്. ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഞാൻ പറയാ, ഇതൊരു ജനകീയ അമ്പലമാണ്. എല്ലാ ജനങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നാനാ മതസ്ഥർക്കും, അതിപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവർക്കും വന്ന് ഇവിടെ ശരിക്കും പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇതൊരു ജനകീയ അമ്പലം പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ എല്ലാ ഭക്തന്മാർക്കും സേവ ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഒരു ഭക്തനും ഈ സേവ ചെയ്യാൻ വരുന്നവർക്ക് ഒന്നും കൈപ്പറ്റിയിട്ടല്ല ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യണത്. ഇവിടെ കഴുകം മുതൽ തിരുമേനി വരെ ഒരു ഉറുപ്പ പോലും കൈപ്പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഒരു ഭക്തൻ വന്നിട്ട് ഒരു പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ
ആ കൊടുക്കുന്ന ഒരു കാശ് നടക്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ നടയിലത്തെ കാശ് എടുത്ത് ആ തിരുമേനി തന്നെ ഭണ്ണാരത്തിലിടും. ആരും ഇത് കൈപ്പറ്റിയിട്ടോ ഒരു രൂപ വരുമാനം ഇല്ലാതെ തന്നെ നടത്തുന്ന അമ്പലമാണ്. എല്ലാവർക്കും തുച്ഛമായ ഒരു വരുമാനം കിട്ടിയാലും അതിനൊരു എമൗണ്ട് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ കാശ് അമ്പലത്തിൻ്റെ കുറേ ട്രസ്റ്റ് രൂപീകരിച്ച് അതിലിട്ട് എന്ത് കാരണം വെച്ചെങ്കിൽ ഇവിടെ ഒരു ഡയാലിസിസ് എക്വിപ്മെൻറ്റുള്ള കുറേ വയ്യാത്ത ആൾക്കാരുണ്ട്. ക്യാൻസർ പേഷ്യൻസിനും കിഡ്നി പേഷ്യൻസും അവർക്കൊക്കെ നമുക്ക് മാസം തോറും ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരു ചെറിയൊരു വേതന അതെല്ലാ മാസം മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളിവിടെ ഒരു അന്നദാനമാണ് ഇതിൻ്റെ മെയിൻ പ്രാധാന്യം. അന്നദാനം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന വിഭാഗം ഇല്ലാണ്ട് എല്ലാവർക്കും വന്നിട്ട് നമുക്കൊരു റെസ്ട്രിക്ഷനില്ല. ഇവിടെ പല അമ്പലങ്ങളിലും പോയാൽ കാണാൻ പറ്റും. നമ്മളൊരു വഴിപാട് കൗണ്ടറിൽ റെസീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിരുമേൻ്റെയിലാണ് നമ്മൾ റെസീറ്റും വഴിപാടായിട്ടുള്ളൊരു എമൗണ്ടും കൊടുക്കുക. പക്ഷേ ഇവിടുത്തെ അമ്പലത്തിൽ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ നമ്മളൊരു കൗണ്ടറിൽ പോയിട്ട് ഒരു റെസീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റില സമർപ്പിക്കാനും ഒപ്പം തന്നെ ഇവിടെ വട ഉണ്ടാക്കുന്നുണ്ട്. വട പുറത്തുനിന്ന് ഉണ്ടാക്കണതല്ല, ഇവിടെ വടമാല സമർപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇവിടുന്ന് സേവ ചെയ്യുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഈ വടമാല ഹനുമാൻ സ്വാമിക്ക് ചാർത്താൻ പറ്റും. അതെന്താ വെച്ചെങ്കിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ നമുക്ക് തന്നെ അത് ചാർത്താം. ഒപ്പം തന്നെ ഗണപതിക്ക് കരകമാല, നാരങ്ങമാല, ഒപ്പം ചില ഈ ചെറുനാരങ്ങ വെച്ചിട്ട് മാല ചാർത്തിട്ട് നമുക്ക് അത് വീട്ടിൽ ശുദ്ധിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് സമർപ്പിക്കാൻ പറ്റും. ഈ അമ്പലം വന്നത് മുതൽക്ക് ഞങ്ങൾക്ക് ഈ പരിസരം അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അസുഖത്തിൻ്റെ ആയാലും സുഖത്തിൻ്റെ ആയാലും എല്ലാം നല്ല കാര്യത്തിലേ ആയിട്ടുള്ളൂ. പിന്നെ അനുഭവം എന്ന് വെച്ചാൽ എന്നെ പറ്റിയിട്ടുള്ള അനുഭവം എനിക്ക് എല്ലാം കൊണ്ടും ഇവിടുന്ന് സത്യം പറയാം നന്മയേ ഉണ്ടായിട്ടുള്ളൂ. ഹനുമാൻ സ്വാമി വന്നതിന് ശേഷം കൂടുതൽ പിന്നെ അങ്ങേർക്ക് ചെയ്യുന്നത് എന്താണ്, ഒരു വെറ്റിലമാല കിട്ടുമല്ലോ, ഒന്നല്ല എത്ര എണ്ണം വേണമെങ്കിലും. പിന്നെ വടമാലയാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമായിട്ടുള്ള ഒരു വഴിപാട്. ഇത് എല്ലാവരും ഉദ്ദേശം വെച്ചിട്ട്, അതായത് എനിക്ക് ഇന്ന സംഗതി ശരിയാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്, അവർക്കെല്ലാം സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഭഗവാൻ. എന്നെ മാതിരി പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും നല്ല അനുഗ്രഹവും ആരോഗ്യവും നല്ല പഠിപ്പും നല്ല കൂട്ടുകാരും കിട്ടണമെങ്കിൽ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതാൽ മതി. അത് നന്നായി നടത്തി എന്ന് ഞാൻ പറയുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റമ്പലങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് വ്യത്യസ്തമാണ് ഞങ്ങളുടെ അമ്പലം ഒരുപാട് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും വഴിപാട് ചെയ്യണമെങ്കിലും നമ്മൾ വെറുതെ അർച്ചന ചീട്ടാക്കി പോവല്ല. അപ്പോൾ വെറ്റിലമാലയായാലും കറുകമാലയായാലും നമ്മളെ ഇഷ്ടകാര്യത്തിന് വേണ്ടിയിട്ട് ഗതസമർപ്പണമായാലും നമ്മളുടെ കൈകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി നമ്മളുടെ മനസ്സിലൊരു പോസിറ്റീവ് ഫീല് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിശ്വാസം കുറച്ചും കൂടി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കണം. മറ്റുള്ള അമ്പലങ്ങളിൽ ചിലവിടെയൊക്കെ നമ്മൾ വഴിപാട് ചീട്ടാക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ തന്നെയാണ് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു പോസിറ്റീവ് ഫീലായാലും നമ്മുടെ അമ്പലം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക രാത്രി കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങണം. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ദൈവം അതിന് നല്ലൊരു പരിഹാരം നമുക്ക് ഉറപ്പായിട്ടും കാണിച്ചു തരുന്നുള്ളതാണ് എൻ്റെ അനുഭവം. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ആ ഒരു അനുഭവം തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഞാൻ ആത്മാസ്വാമിക്കാണ് നെയ്യവർക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാറ്. അങ്ങനെ എല്ലാവർക്കും ചെയ്യും, കൂടുതൽ ചെയ്യുന്നത് ആത്മാസ്വാമിക്കാണ്. അപ്പം അങ്ങനെ പറ്റാവുന്നിടത്തോളം ചെയ്യും. പിന്നെ വഴിപാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യും. നടന്ന കാര്യം എനിക്ക് വീട് വയ്ക്കാനും കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ മക്കൾക്കൊക്കെ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. മോന് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം വിസ വന്നിട്ട് അതിൽ ഒരു അക്ഷര തെറ്റുകാരം കൊണ്ട് പോകാൻ പറ്റാതെയായിട്ട് ഹനുമാൻ സ്വാമിയുടെ നടക്കിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് നെയ്വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. ആ നെയ്വിളക്ക് കത്തിച്ച് പിന്നത്തെ മാസം ആ അക്ഷരത്തെറ്റ് ശരിയായി ഖത്തറിലേക്ക് പോയി. അത് ഏറ്റവും വലിയ അനുഭവമാണ്. എൻ്റെ മോൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടി അങ്ങനെ ഭഗവാന്റെ നടക്കില കൊണ്ട് വെച്ചത്. എത്ര നമുക്ക് കിട്ടി ആ ശമ്പളം മൊത്തം 1 രൂപ ഞങ്ങൾ എടുക്കാതെ. അങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് അതിനെ പറ്റി ഭഗവാൻ ഇനി ഉണ്ടാക്കി തരട്ടെ എന്ന് മാത്രം ഒരു ഇതുള്ളൂ. അത്രയും വലിയ വിശ്വാസമാണ് ഈ അമ്പലത്തിനെ പറ്റിയത്. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. എന്തായാലും നല്ലൊരു അമ്പലമാണ്. അവിടെ ശ്രീരാമസ്വാമിയുടെ ആയാലും പിന്നെ ഹനുമാൻ സ്വാമിയുടെ ഗത
സമർപ്പണം കണ്ട് അതൊക്കെ ചെയ്തു. ഉദ്ദിഷ്ട കാര്യത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞത്. ഗണപതി ഹോമം കഴിച്ചു. മറ്റ് ശ്രീരാമക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് തൊഴാൻ പറ്റിയൊരു ക്ഷേത്രമാണ് ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇനി ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ വ്യാഴം, ശനി, മുപ്പട്ട് വ്യാഴാഴ്ച എന്നിവ ഈ ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു. കൂടാതെ ഈ ക്ഷേത്രത്തിൽ നിത്യേന പിതൃമോക്ഷത്തിനായി ആണ്ടുബലി സമർപ്പിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ഈ ആണ്ടുബലിക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും മലയാള മാസത്തിലെ 1-ാം തീയതി വൈകിട്ട് ഭഗവതി സേവ, പാനകപൂജ, ചുറ്റുവിളക്ക് എന്നിവ നടത്തി വരുന്നു. അന്നേ ദിവസം ഭക്തർക്ക് പാനകം ഔഷധമായി നൽകാറുണ്ട്. ഈ ഔഷധം രോഗദുരിതങ്ങൾ അകലുന്നതിന് ഉത്തമമാണെന്നാണ് വിശ്വാസവും അനുഭവവും. ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ വിശേഷാൽ ഹനുമാൻ സ്വാമിക്ക് വടമാല, വെറ്റിലമാല, കുങ്കുമാർച്ചന, സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യാൻ നിരവധി ഭക്തർ എത്താറുണ്ട്. അതുകൂടാതെ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ചുറ്റുവിളക്ക്, ഭഗവത് സേവ, അടനിവേദ്യം, പാനകപൂജ എന്നിവ നടത്താറുണ്ട്. ഈ പാനകം എല്ലാവിധ രോഗശാന്തികൾക്കും ഐശ്വര്യത്തിനുമുള്ള ഒരു പ്രത്യേക മരുന്ന് പോലെയാണ് ഇവിടുത്തെ ഭക്തർ സേവിക്കുന്നത്. അതുകൂടാതെ എല്ലാ ആയില്യ നാളിലും നാഗദേവതകൾക്ക് പൂജ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ കർക്കിടക മാസത്തിലും എല്ലാ ദിവസവും വൈകിട്ട് ഭഗവത് സേവയും ചുറ്റുവിളക്കും, ദിവസവും രാവിലെ രാമായണ പാരായണവും ഇവിടെ നടത്താറുണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷ് മാസം എല്ലാ 2-ാം ശനിയാഴ്ചയോട് അടുത്ത് വരുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ എല്ലാ ഭക്തരുടെ സർവ്വൈശ്വര്യത്തിനായി, കുടുംബൈശ്വര്യത്തിനുമായി സർവൈശ്വര്യ പൂജ നടത്തി വരുന്നുണ്ട്. അന്നേ ദിവസം തന്നെ എല്ലാ ഭക്തർക്കും അന്നദാനവും ചെയ്തു വരുന്നുണ്ട്. അത് ഇത്രയും കാലം മുടങ്ങാതെ എല്ലാ മാസങ്ങളും നടന്നു വരുന്നൊരു ചടങ്ങാണ്. അതുകൂടാതെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ എന്തെല്ലാം വിശേഷങ്ങൾ നടക്കുന്നുണ്ടോ അന്നെല്ലാം 3 നേരവും ഭക്തർക്ക് അന്നദാനവും ചെയ്തു വരുന്നു. അതും മുടങ്ങാതെ നടക്കുന്നതാണ്. ഇനി ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. മകരമാസത്തിലെ അവിട്ടനാളിലാണ് പ്രതിഷ്ഠാ ദിനം. എന്നാൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ശ്രീരാമനവമിക്ക് തുടക്കം കുറിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. വെളപ്പായ ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശ്രീരാമനവമി തൊട്ട് 7 ദിവസമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ വെടിക്കെട്ടില്ല. ഈ അമ്പലത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ വെടിക്കെട്ടില്ല. അങ്ങനെ പൂരം ആഘോഷങ്ങളായിട്ട് നമ്മൾ പലതും കാണുമല്ലോ, അങ്ങനത്തെ ഒരു സംഭവം ഈ അമ്പലത്തിൽ ഇല്ല. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ വ്യത്യസ്തമായ പുരാണ പാരായണങ്ങളും പ്രഭാഷണങ്ങളുമാണ് ഈ അമ്പലത്തിൽ നടത്തി വരാറുള്ളത്. അതുപോലെ ഇവിടെ ആറാട്ടുണ്ട്, പള്ളിവേട്ടയുണ്ട്. ഏറ്റവും അവസാനത്തെ ദിവസമാണ് ആറാട്ട് വരുന്നത്. അതിൻ്റെ തലേ ദിവസം പള്ളിവേട്ട വരുന്നു. ഈ ഉത്സവം തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തൊട്ട് നമ്മൾ കലവറ ശേഖരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതെങ്ങനെയാണെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത 3 നേരം അന്നദാനമുണ്ട്. ഇവിടെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടുത്തെ അന്നദാനം നടത്താറുള്ളത് ഈ ക്ഷേത്രത്തിൽ. പിന്നെ ഇവിടുത്തെ മാതൃസമിതിയാണ് ക്ഷേത്രത്തിൽ വൃത്തിയാക്കലും മാല കെട്ടൽ. ഒരു അമ്പലത്തിലും ഇല്ലാത്തൊരു ഇതാണ്. ഇവിടുത്തെ മാതൃസമിതിയാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ എന്താ പറയുക, ഭഗവാനുള്ള മാല കെട്ടിയുണ്ടാക്കണതും അതുപോലെ നിവേദ്യത്തിനുള്ളത് ഉണ്ടാക്കണ ഇതെല്ലാം സഹായിക്കുന്നത് മാതൃസമിതിയാണ് ഈ അമ്പലത്തിൽ. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ പ്രതിഷ്ഠാദിനം വരുന്നത് മകരമാസത്തിലെ അവിട്ടം നാളിലാണ്. ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ കേട്ട് നാനാ ഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ ഉത്സവത്തിൻ്റെ അന്നും അല്ലാതെയുള്ള ദിവസങ്ങളിലും ഇവിടെ വന്ന് എത്തിച്ചേരാറുണ്ട്. ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാനും ഭക്തനും പൂജാരിയും ക്ഷേത്ര ജീവനക്കാരും എല്ലാവരും ഇവിടെ ഒന്നാണ്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഈ ക്ഷേത്രത്തിൽ വാഴുന്ന ഭഗവാന്മാരുമായി
കൂടുതൽ അടുപ്പത്തോടെയാണ് ഇവിടെ ഇടപഴകുന്നത്. ഈ ഇടപെടലുകളും ആരാധനയും ഈ ക്ഷേത്രത്തിൽ വാഴുന്ന ഭഗവാന്മാരും ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ ക്ഷേത്രസന്നിധിയിൽ നിറവേറ്റപ്പെടുന്നത്. ഈ ചീരമംഗലം ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം വേറിട്ടൊരു ഭഗവത് ദർശനമാണെന്ന് മനസ്സറിഞ്ഞ് പറയുന്നു. ഈ ഭഗവത് ദർശനത്തിന് നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ചീരമംഗലം ശ്രീരാമസ്വാമിയുടെയും മറ്റുപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി